ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇതേ പൂരി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കണ നേരമാകുമ്പോൾ തന്നെ ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ തണുത്ത് പോവില്ലേ. അങ്ങനെ ഇതേ ബാജി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാജിയുടെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതാണ് വീണ്ടും വീണ്ടും കാണിക്കാൻ നിന്നില്ല. പിന്നെ അതേ ഞാൻ ഫ്രൂട്ട്സും മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും തന്നെയാണ് ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചേക്കണത്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആകാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അപ്പോൾ രാവിലെ ആയ കാരണം ഞാൻ പിന്നെ പൂരി കഴിച്ചില്ല. ഞാൻ ഇന്നത്തെ പോലെ എൻ്റെ ഫ്രൂട്ട്സ് തന്നെ കഴിച്ചുള്ളൂ. അങ്ങനെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല കോരിച്ചൊരിയണ മഴ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇരുട്ടിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചെമ്മീനൊക്കെ മസാല പറ്റി വെച്ച് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് ദേ വേവിച്ചെടുത്തു. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മുട്ട കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് ദേ ചിക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് സബോളയും പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ചോറ് വേവിച്ച് കഴിഞ്ഞിട്ട് ചോറും അതിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ മുട്ട ചിക്കിയതും കുരുമുളക് പൊടിയും മല്ലിയിലയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണല്ലോ. അപ്പോൾ ചോറ് ഇത്തിരി തണുത്തായ കാരണം കട്ടായിട്ട് ഇരിക്കണ്ട. അപ്പോൾ ഇളക്കി മറിച്ചൊക്കെ യോജിപ്പിച്ചെടുത്തു. അങ്ങനെ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി റെഡിയാക്കി കേട്ടോ. അപ്പോൾ നല്ല മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. ഇന്ന് മഴ തോരാത്തൊരു ദിവസം തന്നെയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും ചെമ്മീൻ ഫ്രൈയും കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നിയിട്ട് ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു. അങ്ങനെ ഞാനും കഴിക്കുന്നുണ്ട് കുറച്ച് ചോറ്. അപ്പം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാവരും കഴിക്കുമ്പോൾ അതെല്ലാം ഒരു സന്തോഷം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.